കോഴിക്കോട്ട് ആയുധങ്ങളുമായി എത്തിയ സംഘം ഒരു യുവാവിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ്. കൊടുവള്ളി സ്വദേശി റഷീദിന്റെ മകൻ അനൂസ് റോഷനെയാണ് ഇന്ന് തട്ടിക്കൊണ്ടുപോയത്. ഒരു കാറിലും ബൈക്കിലും എത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് അനൂസ് റോഷന്റെ മാതാവ് ജമീല പറയുന്നു. മൂത്ത മകനുമായുള്ള സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിലെന്നും ഉമ്മ ജമീല പറഞ്ഞു. ഓല് വന്ന് രണ്ടാൾ ബൈക്കുമ്മേൽ വന്ന് ബെല്ലടിച്ച് വന്നപ്പോൾ ഞാൻ മുറ്റത്തായിരുന്നു. പിന്നെ വന്നപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാൻ വാതിൽ തുറന്ന് വന്നപ്പോൾ ഓല് പറഞ്ഞ് ഇങ്ങനെ ഈ പൈസ തരാനുള്ള ഒരാൾ ഞങ്ങൾ 2 പ്രാവശ്യം വീട്ടിൽ വന്നോനേനു. എന്നപ്പോൾ ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻ്റ് എഴുതാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ എഗ്രിമെൻ്റ് എഴുതാൻ എന്നാൽ തിരുന്നെന്നുള്ള പറഞ്ഞ് അന്നപ്പോൾ ഇങ്ങനെ കൈക്ക് പിടിച്ച് വന്നപ്പോൾ ഒരു കാറും വന്ന് അതിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് മോന് ആത്തുണ്ടായിരുന്നു. അന്നപ്പോൾ ഓന് പുറത്തേക്ക് വന്ന് ഇങ്ങനെ പിടിച്ചപ്പോൾ ഓനെ പിടിച്ചു കൊണ്ടുപോയി ഉപ്പനെ ഒഴിവാക്കുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോകുമെന്ന ഭീഷണി നേരത്തെ ഉണ്ടായിരുന്നുവെന്ന് അനൂസ് റോഷന്റെ പിതാവ് അബ്ദുൾ റഷീദ് പറഞ്ഞു. അത്യാവശ്യം ഒരു 4 മണിൻ്റെയും 4:15 ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഒരാൾ പുറത്ത് കോളിംഗ് ബെല്ലടിച്ചത്. ഞാൻ പോയിട്ട് വാതിൽ തുറന്നു. ഒരു ബൈക്കിൽ 2 പേര് വന്നിട്ടുണ്ട്, ഒരു വെള്ള വൈറ്റ് വണ്ടിയിൽ 2 വീലറാണ്. അത് കഴിഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ചു ഇങ്ങനെ മകനായിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഒരു കാര്യം വ്യവസ്ഥ വരുത്തേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വരുത്താൻ നമുക്ക് സമയം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. 8604 വണ്ടി വീട്ടിലേക്ക് റിവേഴ്സ് എടുത്ത് വരികയും അവരെന്നെ കയ്യിൽ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റാൻ ശ്രമിച്ചപ്പോൾ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന ചെറിയ മകൻ വീട്ടിലേക്ക് ഓടി വരികയും ഞാനും ഞങ്ങളെ ഒന്നിച്ച് കയറ്റാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ വിട്ട് അവനെ പിടിച്ച് കയറ്റുകയും ഞങ്ങൾ വണ്ടി തടയാൻ ശ്രമിച്ച സമയത്ത് ജീവൻ പണയപ്പെടുത്തി തടയാൻ ശ്രമിച്ചിട്ട് ഞങ്ങളെ വലിച്ചു മാറ്റിയിട്ട് അവർ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച 2 അംഗ സംഘം റഷീദിന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, സ്വർണം പൊട്ടിക്കലും ഈ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതൊന്നും കൊടുവള്ളിയിൽ അത്ര അസാധാരണ സംഭവങ്ങളല്ല, ഇടയ്ക്കിടെ സംഭവിക്കുന്നു. അവിടെ എന്താണ് ഇത്രയും ഈ ക്രമസമാധാന പ്രശ്നം പലപ്പോഴും ചോദ്യചിഹ്നമാകുന്നത് എന്ന് ഇത്ര ആലോചിച്ചിട്ടും മനസ്സിലാകില്ല. കൊടുവള്ളിയിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ഇതൊക്കെ കേരളത്തിലാണോ സംഭവിക്കുന്നത് എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും. കൊടുവള്ളിയിൽ നിന്ന് മിഥില ബാലൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുകയാണ്. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ കൊടുവള്ളി കേരളത്തിൽ തന്നെ അല്ലേ? സ്കാൻ അടുത്തിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ ആ ഒരു സംശയം ഉയരുന്നുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ സ്ഥലം കൗൺസിലർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുണ്ടോ? CCTV ദൃശ്യം ലഭ്യമായതൊക്കെ അവർ വാഹനം വരുന്നതും പോകുന്നതും ഒക്കെ തന്നെയാണ്. അല്ലാതെ പ്രത്യേകമായിട്ട് പുതിയതായിട്ട് അപ്ഡേഷനൊന്നുമില്ല. നമുക്കിപ്പോൾ ഇവരുടെ വീട്ടിൽ CC ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ കുറച്ചായി വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിന് കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ സാമ്പത്തിക പ്രശ്നം 2 തവണ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന് ഭീഷണിപ്പെടുത്തി, ചെറിയ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകും എന്നുൾപ്പെടെ ഭീഷണിയുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ മൂത്ത മകൻ റഷീദ് എന്ന ആളുടെ മൂത്ത മകൻ അജ്മൽ എന്ന് പറയുന്ന ആളുമായി എന്തോ സാമ്പത്തിക പ്രശ്നമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അജ്മൽ അതുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു ക്ലാരിറ്റിയും കൊടുത്തിട്ടില്ല. ഉണ്ട് എന്ന് പറയുന്നു. ഇനി അതുണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക, അത് തീരുമാനമാക്കിയാണല്ലോ വേണ്ടത്. അവൻ്റെ രാവിലെയും ഇത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ച നടന്നു എന്ന് കേൾക്കുന്നു. അതായത് ഇതിൻ്റെ ഒക്കെ കൂടെ ഉള്ള ആളുകൾ, ചില ആളുകൾ, ഷാഫി എന്ന് പറയുന്ന സുഹൃത്തൊക്കെ ഇവരുമായി ബന്ധപ്പെടുകയും അപ്പോൾ 15 ദിവസം ഇട കൊടുക്കാമെന്നൊക്കെ പറയുകയും ചെയ്തതാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ ഒരു സമയത്താണ് ഇന്ന് വൈകിട്ട് ഇവർ 2 പേര് ബൈക്കിലാണ് ആദ്യം വന്നത്. ബൈക്കിൽ വന്നു, അവിടെ ഇറങ്ങി ഇവരോട് മധ്യസ്ഥ ചർച്ചയാണ് നടത്തുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഷിഫ്റ്റ് കാർ കയറി വരികയാണ്. ആ ഷിഫ്റ്റ് കാറിൽ അവർ മാസ്കൊക്കെ ധരിച്ച 5ഓളം ആളുകൾ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ റഷീദ് എന്ന ആളെ പിടിച്ച് കയറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് കയറ്റുന്നതിനിടയിലാണ് മകന് കടന്നു വരുന്നത്. അങ്ങനെ റഷീദ് എന്ന് പറഞ്ഞ ആൾ വിട്ടു, ഈ മകനെ പിടിച്ച് കാറിൽ കയറ്റി. പട്ടാപ്പകൽ 4 മണിക്കാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇങ്ങനെ ഒരു സംഭവം. വളരെ ഗൗരവകരമായ ഒരവസ്ഥയാണ്. ഒരു വീട്ടിലേക്ക് കയറി വരിക, അവിടെ നിന്ന് ഇത്തരത്തിൽ ആയുധങ്ങളുണ്ട് അവരുടെ കയ്യിൽ. അവർ പോയതിന് ശേഷം അവിടെ ഒരു ആയുധം അവർ തന്നെ കളഞ്ഞു പോയത് നമുക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്.
SKN തീർച്ചയായും ഇതാണ് കൗൺസിലറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വൈകിട്ട് 4 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മൂത്ത മകനുമായുള്ള സാമ്പത്തിക ഇടപാട് അതാണ് ഇത്തരത്തിൽ ഈ ഒരു അനുജനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം എന്നാണ് നിലവിൽ പോലീസിൽ നിന്നും ഒപ്പം തന്നെ കുടുംബത്തിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. നിലവിലിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലാണ്. കൊടുവള്ളി സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ വീട്ടിലെത്തി തട്ടിക്കൊണ്ടുപോകും എന്ന ഒരു ഭീഷണി ഉണ്ടായിരുന്നത്. അന്ന് തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മധ്യസ്ഥ ശ്രമങ്ങൾ ഇന്ന് രാവിലെയും നടന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇത്തരം ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് സ്വിഫ്റ്റ് കാറിലെത്തിയ ഒരു സംഘം ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി എന്നിവർ പറയുന്നത്. ഇവർ ഉപയോഗിച്ച കത്തി വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും തന്നെ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അടിക്കടി ഈ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുതന്നെയായാലും വൈകിട്ട് 4 മണിക്കുണ്ടായ ഈ ഒരു സംഭവം അതീവ ഗൗരവമുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് പട്ടാപ്പകൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നത്. SKN മിഥില ബാലനാണ് കൊടുവള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സഹോദരനുമായി സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ അനിയനെ തട്ടിക്കൊണ്ടുപോയി ആയുധധാരികളായി തട്ടിക്കൊണ്ടുപോയി വിലപേശുക. അപ്പോൾ ഈ കൊടുവള്ളി നമ്മുടെ ക്രമസമാധാനത്തിൻ്റെ മേളിലുള്ളൊരു കാട്ടുവള്ളിയായി വളരാൻ അനുവദിച്ചുകൂടെ. കർക്കശമായ തീരുമാനങ്ങൾ എടുക്കണം. ഈ കൊടുവള്ളി എന്ന് കേട്ടാൽ തന്നെ ഇത്തരം വാർത്തകളായിരിക്കും വാർത്താമുറിയിലേക്ക് വരുന്നത് എന്നൊരു സംഭവമായിട്ടുണ്ട്.